ഹായ് ഫ്രണ്ട്സ്, എം ടെക് ഓൺ ദി വീൽസിൻ്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമായിട്ടുള്ള ചെമ്മിനി ഡാമാണ് നമ്മൾ ഇന്നത്തെ യാത്രാ സ്പോട്ട്. ഈ ഒരു ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റിനുള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡാം കാണാൻ പോകുന്ന വഴിയിൽ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. എന്നിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാഴ്ചാവിശേഷങ്ങളും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ അതേപോലെ തന്നെ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണത്. വയലുകളൊക്കെ അടുത്ത ഒരു വിളവിറക്കിനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആമ്പല്ലൂർ സിഗ്നലിലാണ്. ഈ ആമ്പല്ലൂർ സിഗ്നലിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ള റോഡിനോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സൈൻ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. മുന്നോട്ട് പോകും തോറും നമ്മളുടെ ഈ കാഴ്ച അടിപൊളിയായി വരികയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കാടാണ്. ഇടയ്ക്കിടയ്ക്ക് ബോർഡുകളുണ്ട് വന്യജീവികൾ ക്രോസ് ചെയ്യുന്ന ഏരിയയാണെന്ന് പറഞ്ഞിട്ട്. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം ഈ വഴി വരുമ്പോൾ. റോഡ് വിജനമാണ്, ആൾക്കാരൊന്നുമില്ല. ഇതൊക്കെ എപ്പോഴെങ്കിലും ഓരോ വണ്ടികൾ. ചെമ്മിനി വന്യജീവി സങ്കേതത്തിൻ്റെ എൻട്രൻസിലാണ്. ഇവിടുന്ന് നമുക്കിവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ഫീ കൊടുത്ത് അവിടുന്ന് നമുക്ക് പാസ് തരും. ഈ പാസ് കൊണ്ടാണ് നമുക്ക് ഉള്ളിലേക്ക് പോകുന്നത്. എത്ര രൂപയാണ് വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാനവിടെ ഫ്രണ്ടിൽ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ ഉള്ളിലേക്ക് കടന്നുണ്ടോ. ഉള്ളിലേക്ക് നമ്മൾ ഇതാണ് ടിക്കറ്റ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരാൾക്ക് 20 രൂപയും, പിന്നെ ഞാൻ ബൈക്കിലായതുകൊണ്ട് 50 രൂപ ബൈക്കിന് എൻട്രി ചെയ്യും. സീനാണ്. ഒരു രക്ഷയില്ല, അടിപൊളി സൈറ്റ് ലൊക്കേഷനാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഇവിടെ കുട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല. അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഇത് നമ്മളുടെ ഡാമിൻ്റെ മുകളിൽ കൂടെ ഉള്ള എൻട്രൻസ് ആണ്. എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം എന്താ അവിടെ കാണാനുള്ളത്. ഡാമിൻ്റെ താഴെ പോയിട്ടുള്ള വ്യൂസ് എല്ലാം നമ്മൾ കണ്ടു. രക്ഷയില്ല, അടിപൊളിയാണ്. ഡാമിൻ്റെ ഏറ്റവും മുകൾ വശത്തു നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്.
ഔഷധ സസ്യത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ നടന്നിട്ട് അത് മുഴുവൻ കാണാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇത് ചിമ്മിനി ഡാമിലുള്ള ഒരു മിനി പവർ ഹൗസിൻ്റെ ഭാഗമാണ് കാണുന്നത്. ചൊക്കനയിലാണുള്ളത്. അപ്പോൾ ഈ വഴി പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടെന്ന് പറയാം. കാണുമെന്നുള്ളതിലാണ് ഈ വഴി പോകുന്നത്. അടിപൊളിയാണ് കേട്ടോ. പഴയ പാലാണ്, എന്നാലും ഈ പുഴനെ പാലം ക്രോസ് ചെയ്തിട്ട് പറയട്ടെ ഓപ്പോസിറ്റ്. ദേ വരുന്നൊരു ആനക്കൂട്ടം. എന്തായാലും നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ പറ്റി. അത് വലിയ ഭാഗ്യം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും പുതിയൊരു സ്ഥലവും അവിടുത്തെ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരെ